നമസ്കാരം ഗൈസ്. ഞാനിപ്പോഴുള്ളത് നമ്മുടെ പാലാ ചേർപ്പങ്ങളിലുള്ള മാർസ്ലിവ ഹോസ്പിറ്റലിലാണ്. ഹോസ്പിറ്റലിൽ ഞാൻ ചാച്ചായനായിട്ട് ഇവിടെ വന്നതാണ്. ചാച്ചായിക്ക് ന്യൂമോണിയ ആയിരുന്നു. അപ്പം ഈ കഴിഞ്ഞ ഒരു 7 ദിവസമായിട്ട് ഞാൻ ഫാദറിനായിട്ട് എൻ്റെ ഫാദർ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ്. എന്നാൽ ഇതുപോലുള്ളൊരു ഹോസ്പിറ്റലിൽ നമുക്കിങ്ങനെ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ ഇടയായത് നമുക്ക് ആരോഗ്യ ഇൻഷുറൻസ് ഉണ്ടായിരുന്നതുകൊണ്ടാണ്. ഞാൻ ഹെൽത്ത് ഇൻഷുറൻസിലാണ് വർക്ക് ചെയ്യുന്നത്. ഇതിനു മുമ്പ് അഹല്യ ഫൗണ്ടേഷൻ ഹോസ്പിറ്റലിലായിരുന്നു. ഹോസ്പിറ്റൽ VR ആയിട്ടാണ് വർക്ക് ചെയ്തത്. എന്നാൽ ഇതുപോലൊരു വലിയ ഹോസ്പിറ്റലിൽ വന്നിട്ട് ഫാദറിന് ഇതുപോലെ ട്രീറ്റ്മെൻറ്റ് കൊടുക്കാൻ അല്ലെങ്കിൽ ട്രീറ്റ്മെൻറ്റ് എടുക്കാൻ എനിക്ക് സാധിച്ചത് നമുക്ക് ഹെൽത്ത് ഇൻഷുറൻസ് ഉള്ളതുകൊണ്ടാണ്. ഒന്ന്, എൻ്റെ കമ്പനിയുടെ ഇൻഷുറൻസ് ഉണ്ട്, അതല്ലാതെ തന്നെ ഞാൻ പേഴ്സണലി ഹെൽത്ത് ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. ഇത് രണ്ടും ഉള്ളതുകൊണ്ടാണ് ഇത്ര ധൈര്യമായിട്ട് എന്ത് ചെയ്തത് എനിക്കിവിടെ വന്നിട്ട് എൻ്റെ ഫാദറിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കാനായിട്ട് സാധിച്ചത്. അപ്പോൾ ആ ഹോസ്പിറ്റലിലെ ഫെസിലിറ്റി, നമ്മളൊരു ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ, ഇപ്പോൾ മെഡിക്കൽ കോളേജിലൊക്കെ ആണെന്നുണ്ടെങ്കിൽ അകത്തൊരാൾ നിൽക്കണം, പുറത്ത് വേറൊരാൾ വേണം. എല്ലാ ടെസ്റ്റുകളും മറ്റു കാര്യങ്ങളൊക്കെ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പുറത്ത് പോയി ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ നമുക്കൊരു ഇൻഷുറൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഹോസ്പിറ്റലിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരു കാര്യവും നമ്മൾ അറിയണ്ട. എല്ലാ ഏറ്റവും കാര്യങ്ങൾ ഇൻഷുറൻസിൻ്റെ ഇതിൽ ഇവിടെ നടന്നോളും. ഫാർമസിയിൽ നിന്നായിക്കോട്ടെ, ലാബ് ടെസ്റ്റുകളായിക്കോട്ടെ, മറ്റെല്ലാ കാര്യങ്ങളും ഹോസ്പിറ്റലിൽ തന്നെ അത് ഏറ്റെടുത്ത് നടത്തിക്കോളും. ക്യാഷ്ലെസ് ഉള്ള ഹോസ്പിറ്റലുകളിൽ ഇൻഷുറൻസ് കമ്പനി ഹോസ്പിറ്റലിന് പേയ്മെൻറ്റ് അടക്കുകയാണ് സാധാരണ ചെയ്യുന്നത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് നിങ്ങളൊരു ഇൻഷുറൻസ് എടുക്കുക. ഇൻഷുറൻസിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇതൊരു പ്രൊമോഷണൽ വീഡിയോ തന്നെയാണ്, ഹെൽത്ത് ഇൻഷുറൻസിനെ പ്രൊമോട്ട് ചെയ്യുന്നൊരു വീഡിയോ തന്നെയാണ്. അപ്പോൾ മാക്സിമം നിങ്ങളെ കൊണ്ടാകുന്നത് പോലെ ഒരു ഹെൽത്ത് ഇൻഷുറൻസ് അറിയാവുന്നവരുടെ കയ്യിൽ നിന്ന് നിങ്ങൾ എടുത്തിട്ടുള്ളത് ഏറ്റവും വളരെ അത്യാവശ്യമാണ്. ഇതിൻ്റെ പ്രാധാന്യം അറിയുന്നതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്തിരിക്കുന്നത്.